തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു. കാരണം 101 അംഗ കൗൺസിലിൽ 100 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് കൊണ്ട് ആ സീറ്റ് വേക്കൻ്റ് ആയി കിടക്കുകയായിരുന്നു. ഇപ്പോൾ 101 പൂർത്തിയായിരിക്കുന്നു. ആ 101-ൽ BJPക്ക് 50 ഉള്ളത്. ഇനി അഥവാ BJP വിഴിഞ്ഞത്ത് ജയിക്കുകയായിരുന്നെങ്കിൽ BJPക്ക് കേവല ഭൂരിപക്ഷം സ്വതന്ത്രന്റെ സഹായമില്ലാതെ നേടാമായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും നോക്കിക്കണ്ടത്. പക്ഷെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വിഴിഞ്ഞം BJPയുടെ ഒരു ശക്തി കേന്ദ്രമല്ല. BJPക്ക് സ്വാധീനക്കുറവുള്ള ഒരു വാർഡായിരുന്നു വിഴിഞ്ഞം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ വിജയപ്രതീക്ഷയില്ലെങ്കിലും വളരെ കാര്യമായ രീതിയിലുള്ള പ്രയത്നമാണ് BJP നടത്തിയിരുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്നത് 2437 വോട്ടാണ്. അതായത് ജയിച്ച UDF സ്ഥാനാർത്ഥിക്ക് 2902 വോട്ടും തൊട്ടുപുറകിലുള്ള LDF സ്ഥാനാർത്ഥിക്ക് 2819 വോട്ടും കിട്ടിയ സ്ഥലത്താണ് BJP 2437 വോട്ട് നേടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020-ലെ തെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞത്ത് BJPക്ക് കിട്ടിയത് 316 വോട്ട് മാത്രമാണ്. അതേസമയത്ത് 1542 വോട്ട് LDF-നും 1324 വോട്ട് UDF-നും കിട്ടിയപ്പോൾ BJPക്ക് 316 വോട്ടാണ് കിട്ടിയത്. BJP അവരുടെ വോട്ട് 8 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം, വാർഡ് പുനഃസംഘടനയെ തുടർന്ന് മറ്റ് വാർഡുകളിലെ ചില ഭാഗങ്ങൾ, ഈ ബൂത്തുകൾ ചില ഇവിടങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതാണ്ട് 1000-ഓളം വോട്ട് LDF-നും UDF-നും കൂടിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ പോലും BJPയുടെ വർധന ക്രമാതീതമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഈ അനുപാതത്തിലല്ല, അതിനേക്കാൾ വലിയ തോതിലാണ് BJPക്ക് വോട്ട് വർദ്ധിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഒരു പക്ഷേ BJP പരാജയപ്പെട്ടു, BJPക്ക് വിഴിഞ്ഞം സീറ്റ് കിട്ടിയില്ല, കേവല ഭൂരിപക്ഷം ഒപ്പിക്കാൻ കിട്ടിയില്ല എന്ന വാദം ഉയരാമെങ്കിൽ പോലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം BJPയുടെ വളർച്ചയാണ്. ഇത് BJP നേതൃത്വത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ്, വിഴിഞ്ഞത്തെ ജനതയുടെ BJP നേതൃത്വത്തിലുള്ള ഒരു മറുപടി ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ ന്യൂനപക്ഷം, അതായത് ഹിന്ദു ഭൂരിപക്ഷം വിഴിഞ്ഞത്ത് ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം, ഹിന്ദു ന്യൂനപക്ഷം BJP നേതൃത്വത്തിന് നൽകിയ ഒരു മുന്നറിയിപ്പ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാൻ കഴിയും. കാരണം കേരളത്തിൽ വളരെ നാളായി ഇരു മുന്നണികളും ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ആയാലും മുസ്ലിം ന്യൂനപക്ഷത്തെ ആയാലും. ഇപ്പം മുസ്ലിം ലീഗിലെ നേതാക്കളൊക്കെ തന്നെ മതമാണ് 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 ഞങ്ങൾക്ക് പ്രശ്നം എന്നവർ പറയുന്നു. ഞങ്ങൾ വന്നാൽ ഞങ്ങളുടെ ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടുന്നതിലല്ല, ഞങ്ങളുടെ സമുദായത്തിന് കാര്യങ്ങൾ കിട്ടുന്നതിലാണ് താല്പര്യം എന്നവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളും. അവര് അന്തർദേശീയ തലത്തിൽ മുസ്ലിം വർഗീയതയുടെയും കടന്നുകയറ്റത്തിനെതിരായിട്ടൊക്കെ നിലപാട് സ്വീകരിക്കുമെങ്കിലും കേരളത്തിൽ ഭരണാധികാരത്തിൽ നിന്നാൽ മാത്രമേ തങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ നടക്കൂ എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും മുസ്ലിം ന്യൂനപക്ഷങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ അവർ UDF-ന്റെ കൂടെ അണിനിരന്നിരിക്കുകയാണ്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം തങ്ങളും ന്യൂനപക്ഷ പ്രീണനം നടത്തണോ എന്നൊരു ചിന്തയിലേക്ക് BJP നേതൃത്വത്തെ എത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. വൻതോതിൽ ന്യൂനപക്ഷ നേതാക്കന്മാരൊക്കെ BJPയിലേക്ക് കയറിക്കൂടുകയാണ്. അവർക്ക് കാര്യമായ സ്വാധീനവും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ BJP നേതാക്കൾ എല്ലാ പള്ളികളും അരമനകളും ഒക്കെ ക്രിസ്തീയ ഭവനങ്ങളൊക്കെ കയറി ഇറങ്ങി ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടി നടത്തുകയുണ്ടായി. അതിനുവേണ്ടി അവരെടുത്ത എഫർട്ട് എന്ന് പറയുന്നത് വളരെയധികം വലിയ എഫർട്ടാണ് എടുത്തത്. പക്ഷെ അവർക്ക് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024-ൽ സുരേഷ് ഗോപിക്ക് കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടി എന്നതൊഴിച്ചാൽ BJPക്ക് കാര്യമായ ക്രിസ്ത്യൻ പിന്തുണ കിട്ടിയിരുന്നില്ല. എടുത്തു പറയാത്തക്ക മാത്രം പിന്തുണ കിട്ടിയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുറച്ച് ആളുകളൊക്കെ തന്നെ ദേശീയധാരയിൽ തങ്ങളുടെ മതത്തിനും അല്ലെങ്കിൽ മതപരമായ ട്രഡീഷനേക്കാൾ ഉപരിയായിട്ട് ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനൊക്കെ മുൻതൂക്കം കാണുന്ന കുറെ ആളുകൾ, അത് നേരത്തെ സംഘപരിവാറിനകത്തും ഉണ്ടായിരുന്നു, BJPയിൽ മാത്രമല്ല. പക്ഷെ കുറച്ചു പേർ BJPയുടെ കാര്യമായ ശ്രമത്തിന്റെ ഫലമായിട്ട് വന്നിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ BJP ഭൂരിപക്ഷ ജനതയെ വിശ്വാസത്തിലെടുക്കാതെ ന്യൂനപക്ഷ ജനതയുടെ പിറകെ പോയതാണ് അവർക്കുണ്ടായ തിരിച്ചടി എന്ന് അവർ മനസ്സിലാക്കണം എന്നൊരു സൂചനയാണ് വിഴിഞ്ഞം നൽകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിഴിഞ്ഞത്ത് ഹിന്ദു ജനസംഖ്യ 38% മാത്രമാണ്. അതായത് 8,912 പേരാണ് വോട്ട് ചെയ്തത്.
ആ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ 11,000-ലധികം 12,000-ഓളം വോട്ടർമാരുള്ളതിൽ 8,912 പേരാണ് വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്ത വോട്ടർമാരിൽ ഏതാണ്ട് മൊത്തം വോട്ടർമാരിലെ 38%. അപ്പോൾ വോട്ട് ചെയ്തതിലും ഒരു 38-35% മാത്രമേ ഹിന്ദു വോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഇതിൽ തന്നെ പലരും ക്രിസ്ത്യാനികളായിരിക്കും. കാരണം ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ട് കൺവേർട്ട് ചെയ്ത് പള്ളിയിൽ സ്ഥിരമായിട്ട് പോയി പള്ളിയുടെയൊക്കെ പരിപാടി, ക്രിസ്ത്യൻ പള്ളിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് അവരുടെ ആനുകൂല്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ സ്കൂളുകളിൽ അഡ്മിഷൻ വാങ്ങിക്കൊണ്ട് അവരുടെ സ്കൂളുകളിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും പേര് മാത്രം ഹിന്ദു, റെക്കോർഡിക്കലി ഔദ്യോഗികമായി ഹിന്ദു പദം നിലനിർത്തുന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് പലർക്കും ആനുകൂല്യങ്ങൾ, സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് പട്ടികജാതിക്കാരനാണെങ്കിൽ അയാൾ കൺവേർട്ട് ചെയ്താൽ പിന്നെ അയാൾക്ക് ആനുകൂല്യം കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. അപ്പം ഈ പറഞ്ഞു വന്നത് 38% ഹിന്ദുക്കളാണ് രേഖയിലുള്ളതെങ്കിലും അത്രയും കാണാൻ സാധ്യതയില്ല. കാരണം ഹിന്ദു മതവിശ്വാസികളല്ലാത്ത ആളുകൾ, ക്രിസ്തു മതവിശ്വാസികളോ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളോ ആളുകൾ ഹിന്ദു പട്ടികയിൽ കാണാം. അപ്പം ഹിന്ദുക്കളുടെ യഥാർത്ഥ സംഖ്യ 38%-ത്തിലും താഴെയായിരിക്കും വിഴിഞ്ഞം വാർഡിൽ ഉണ്ടാവുക എന്ന് വ്യക്തമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക്, BJPക്ക് 28% വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഹിന്ദുക്കളിൽ ഏതാണ്ട് 80% BJPക്ക് വോട്ട് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓ രാജഗോപാൽ മുന്നേറുന്നു, ഇതാ ജയിക്കാൻ പോകുന്നു എന്ന് വരുന്ന സമയത്ത് അവസാന നിമിഷം കോസ്റ്റൽ മേഖല, തീരമേഖലയിലെ വോട്ടുകൾ എണ്ണുന്ന സമയത്ത് BJP പുറകോട്ട് പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. ശശി തരൂർ പെട്ടെന്ന് കുതിച്ചു കയറുന്നു. അപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ അതാണ് കണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് നേടിയിരുന്നു. പക്ഷെ ക്രിസ്ത്യൻ മേഖലയിൽ എത്തുമ്പോഴേക്ക് രാജീവ് ചന്ദ്രശേഖർ പുറകോട്ട് പോകണം. അപ്പം സംഘടിതമായ ന്യൂനപക്ഷങ്ങൾ എപ്പോഴും BJPക്ക് വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നേമത്തും അത് തന്നെയാണ് കണ്ടത്. നേമത്ത് മുസ്ലിങ്ങൾ ഒന്നടങ്കം ശിവൻകുട്ടി ചെയ്തു. ഹിന്ദു വോട്ട് കുറെയൊക്കെ BJP കിട്ടിയിരുന്ന ഹിന്ദു വോട്ട് പോലും കഴിഞ്ഞ തവണ K മുരളീധരൻ അടിച്ചെടുത്തോടുകൂടി കുമ്മനം രാജശേഖരൻ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. 2016-ൽ BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ ജയിച്ചതാണ് നിയമസഭാ മണ്ഡലത്തിൽ. അപ്പം BJPയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഹിന്ദു നേതാവിനെ തന്നെ K മുരളീധരനെ അവർ രംഗത്തിറക്കിയത്. പക്ഷേ K മുരളീധരന് മുസ്ലിം വോട്ട് തീരെ കിട്ടിയില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ ജയിക്കേണ്ടതായിരുന്നു. അപ്പം BJPക്ക് ഒരിക്കലും മുസ്ലിം വോട്ട് കിട്ടാൻ സാധ്യതയില്ല. ക്രിസ്ത്യൻ വോട്ടും കിട്ടുന്നതിൽ ഒരുപാട് പരിമിതികൾ BJP കേരളത്തിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം BJP ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്ന സമയത്ത് ആ സമയത്തായിരിക്കും വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ അതിക്രമം നടക്കുന്നു എന്ന വാർത്തകൾ പരക്കുകയും അത് വലിയൊരു സംഭവമാക്കി മാറ്റുകയും ചെയ്തു. അപ്പം യഥാർത്ഥത്തിൽ BJPയുടെ സർക്കാർ തന്നെ കൊണ്ടുവന്ന നിർബന്ധിത മതപരിവർത്തന നിയമം നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും ആളുകളെ മതപരിവർത്തനം ചെയ്യാൻ പാടില്ല എന്ന ഭരണഘടനാ തത്വത്തെ അധിഷ്ഠിതപ്പെടുത്തിക്കൊണ്ടാണ് നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രലോഭിപ്പിച്ചുള്ള മതപരിവർത്തനത്തിനെതിരെ നടപടിയെടുക്കുന്നത്. ആ സമയത്ത് കേരളത്തിലെ BJPയുടെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം പോയി ഛത്തീസ്ഗഡിലൊക്കെ പോയി കുത്തിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ എന്ത് സംഭവിച്ചു? അങ്ങനെയുള്ളൊരു ഹൈപ്പ് മൂലം ന്യൂനപക്ഷ വോട്ടുകൾ തീരെ BJP കിട്ടിയില്ല. ഇപ്പൊ BJPയുടെ ഡാമേജ് കൺട്രോളൊക്കെ വെറുതെയായി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടിന് പിറകെ പോകുന്നതിന് പകരം ഹിന്ദു ജനവിഭാഗങ്ങളിലെ വിവിധ ജനവിഭാഗങ്ങളുണ്ട്. അത് നായർ, ഈഴവ മാത്രമല്ല, വിവിധ പട്ടികജാതിക്കാരുണ്ട്, പിന്നോക്ക വിഭാഗക്കാരുണ്ട്, വിശ്വകർമ്മരുണ്ട്, അങ്ങനെ ഒരുപാട് സമുദായങ്ങൾ, മത്സ്യത്തൊഴിലാളികളുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഇടയിൽ പ്രവർത്തിച്ച് BJP ഹിന്ദുക്കളുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് BJP ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ BJPക്ക് കേരളത്തിൽ ജയിക്കാൻ പറ്റും. അല്ലാതെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ട് അരമനകൾ കയറി ഇറങ്ങിയത് കൊണ്ട്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തിയത് കൊണ്ടോ മുസ്ലിം ഔട്ട്റീച്ച് നടത്തിയത് കൊണ്ടോ അതിൽ തെറ്റില്ല. പക്ഷെ അതിന് പകരം ഒരു ഹിന്ദു ഔട്ട്റീച്ച് ആണ് BJP നടത്തേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വിഴിഞ്ഞം തെളിയിക്കുന്നത്. ഒരുപക്ഷെ വിഴിഞ്ഞത്ത് ജയിച്ച BJPക്ക് സ്വതന്ത്രന്റെ പിന്തുണയില്ലാതെ തന്നെ കോർപ്പറേഷൻ ഭരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഭരിക്കണമെങ്കിൽ വിഴിഞ്ഞത്ത് ആളുകളെ BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുടെ ആ മതവിഭാഗമില്ല. 38% മാത്രമാണുള്ളത്. അപ്പൊ എല്ലാ ഹിന്ദുക്കളും BJPക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ BJPക്ക് ജയിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ ആ ഒരു ശ്രമമാണ് BJP നേതൃത്വം കൈക്കൊള്ളേണ്ടത്. അതല്ലാതെ BJP മറ്റുള്ളവരുടെ പിറകെ പോയാൽ BJPക്ക് ജയിക്കാൻ കഴിയില്ല. കാരണം BJP എന്നും ഒരു ഹിന്ദു പാർട്ടി ആയിട്ടാണ് കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷങ്ങൾ BJPയെ കണക്കാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് വിമർശനം നടന്നത്. ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും വലതുപക്ഷ മുന്നണിയാണെങ്കിലും അവർക്കൊന്നും പരസ്യമായിട്ട് മതവർഗീയ പ്രീണനം നടത്തുന്നതിന് യാതൊരു മടിയുമില്ല.
ഇപ്പൊ അവർ ഗാസയുടെ പേരിലൊക്കെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ബംഗ്ലാദേശിൽ നിരന്തരം ഓരോ ദിവസവും ഹിന്ദുക്കളെ ചുട്ടുകൊല്ലുകയും അടിച്ചുകൊല്ലുകയും എറിഞ്ഞുകൊല്ലുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രതിഷേധ വാക്ക് പോലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ പറയാൻ തയ്യാറായിട്ടില്ല. കാരണം അവർക്ക് ന്യൂനപക്ഷത്തിന്റെ വോട്ട് വേണ്ടത്. ആ ന്യൂനപക്ഷത്തിന്റെ വോട്ട് അവർ സംഘടിതമായിട്ട് വലവീശുന്ന സമയത്ത് എന്തിന് BJP ന്യൂനപക്ഷങ്ങളുടെ പുറകെ പോകണം? BJP ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങളെ, കാരണം സംഘടിതമായ ന്യൂനപക്ഷങ്ങൾ കേരളത്തിലെ ഹിന്ദുക്കളുടെ അവകാശങ്ങളൊക്കെ എടുത്തു കളയുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും നിലകൊള്ളുന്ന സമയത്ത് എന്തുകൊണ്ട് BJPക്ക് ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുത്തുകൂടാ? ഈ ഒരു ചോദ്യമാണ് വിഴിഞ്ഞം ചോദിക്കുന്നത്. കാരണം വിഴിഞ്ഞം BJPക്ക് വ്യക്തമായ സന്ദേശം നൽകുകയാണ്. കാരണം വിഴിഞ്ഞത്തെ ഹിന്ദു ജനവിഭാഗത്തിൽ ഏതാണ്ട് 80% പേർ വരെ BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് 100% എത്തുകയാണെങ്കിൽ BJPക്ക് ജയിക്കാൻ പറ്റും. മറ്റു പല മണ്ഡലങ്ങളിലും ഇതിന്റെ ആവശ്യമില്ല. കേരളത്തിൽ ഇന്ന് BJPക്ക് 26 കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് 15-ൽ താഴെ വോട്ട് ആണ് BJPക്ക് കിട്ടിയത്. ശതമാനം വോട്ട്, മൊത്തം വോട്ടിന്റെ. അത് കേരളത്തിലെ ഹൈന്ദവ ജനസംഖ്യ 2011 സെൻസസ് പ്രകാരം 54%. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഇന്നൊരു 45% മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഹിന്ദു ജനവിഭാഗത്തിലെ 1/4 മാത്രമേ BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് കാണാൻ കഴിയും. അപ്പം കേരളത്തിലെ ഏതൊരു പാർട്ടിയാണോ ഹിന്ദു പാർട്ടി എന്ന് പ്രതിപക്ഷവും LDFും UDF ഒക്കെ ആരോപിക്കുന്നത്, അതേ BJPക്ക് അവർ ഏത് മതത്തെയാണോ ഏത് വിഭാഗത്തെയാണോ പ്രതിദാനം ചെയ്തത് എന്ന് ആരോപിക്കപ്പെടുന്നത്, ആ വിഭാഗം അവർക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ വോട്ടിന്റെ 25% മാത്രമാണ്. അതായത് കേരളത്തിലെ ഹിന്ദുക്കളിൽ 1/4 മാത്രമാണ് BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ BJP നേതൃത്വം ചെയ്യേണ്ടത് ഒരു ഹിന്ദു ഔട്ട്റീച്ച് പരിപാടി നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ BJPക്ക് അധികാരത്തിൽ വരുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല.